കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് രസകരമായിട്ട് സിനിമാഗ്രാഫ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഈ ആപ്പിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. മൂവിങ് ഇമേജസും അതേപോലെ തന്നെ സ്റ്റിൽ ഇമേജസും മിക്സ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിനിമാഗ്രാഫ് ഉണ്ടാക്കുന്ന ഈ ആപ്പ് ഏതാണെന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്പിന്റെ പേരാണ് സോവോട്രോപിക്. ഇത് ഫോട്ടോ ഇൻ മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഭാഗമാണ്. നമ്മുടെ ഫോട്ടോസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാന്റാസ്റ്റിക് മോഷൻസ് പിക്ചേഴ്സിന് എഫക്റ്റ് കൊടുത്തിട്ട് സിനിമോഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഇവിടെ ന്യൂ മെമ്മറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ചൂസ് ദ സോഴ്സ്. ഇവിടെ ക്യാമറയിൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് മോഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഗാലറിയിലത്തെ ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ പോണത്. എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തും. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി മൂവ് ചെയ്യേണ്ട ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ഇപ്പം നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ താഴെ മോഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുമ്പോൾ ഏത് സൈഡിലേക്കാണോ ഇത് മൂവ് ചെയ്യേണ്ടത് ആ സൈഡിനനുസരിച്ച് നമ്മൾ ആരോ ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഏത് ഭാഗമാണോ മാർക്ക് ചെയ്തത് അത്രയും ഭാഗം മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ചിലപ്പം അതിൻ്റെ അകത്ത് സ്റ്റെക്കാക്കി വെച്ചിട്ടുള്ള ചില ഒബ്ജക്ട്സ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനങ്ങണ്ട, അതിങ്ങനെ സ്റ്റെക്കായി തന്നെ നിന്നാൽ മതിയെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാസ്ക് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. മൂവ് ചെയ്യേണ്ടാത്ത പോർഷൻ മാത്രം ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. വളരെ കുഞ്ഞു സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് മാത്രം അങ്ങനെ നിൽക്കണമെങ്കിൽ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മാസ്കിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും അറിയാതെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്, അത് എറേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എറേസറും ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ മൂവ് ചെയ്യേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലേ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ മോഷൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമഗ്രാഫിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അതിനുവേണ്ടി സ്റ്റെബിലൈസ് എന്നുള്ളത് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ഭാഗത്തിന് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്യാം. പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ചെയ്തത് കൊണ്ടാണ് അതിൽ അത്ര പെർഫെക്ഷൻ ഇല്ലാത്തത്. നിങ്ങൾ കുറച്ച് സമയമൊക്കെ എടുത്ത് പതുക്കെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സിനിമഗ്രാഫ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഫോട്ടോസും ഇതേപോലെ തന്നെ സിനിമഗ്രാഫ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഇമേജിൽ മോഷൻ ചെയ്യുന്ന ഭാഗത്തിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ലോ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം, ഫാസ്റ്റ് ആക്കണമെങ്കിൽ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം. നിങ്ങൾ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്ഷൻ മേളിൽ റൈറ്റ് സൈഡ് കോർണറിലുള്ള 3 ഡോട്ട്സ് അത് പ്രസ് ചെയ്യാം. സേവ് ഓർ എക്സ്പോർട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോസും ഗാലറിയിലുള്ള നല്ല ഫോട്ടോസും ഒക്കെ യൂസ് ചെയ്തിട്ട് ജിഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിലൊരു ക്രേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്ത് നോക്കാം. ഇതിനു മുൻപ് തന്നെ സിനിമാഗ്രാഫ്സ് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻസിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി വന്നിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആപ്പ് ആയതുകൊണ്ടാണ് ഇതുകൂടെ ഇന്ന് പരിചയപ്പെടുത്തി തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.